ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ലെബനൻ ഇന്നൊരു കനലായി മാറിയിരിക്കുകയാണ്. അതെ, ലെബനനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്യന്തം ഭീതിജനകമാണ്. ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെൻ ജബേൽ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് ലെബനനെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിക്കാനായിരുന്നു ഇസ്രായേലിന്റെ ശ്രമം. എന്തുകൊണ്ടാണ് ഈ ഒരു കൊച്ചു രാജ്യം എപ്പോഴും ഒരു യുദ്ധകളമായി മാറുന്നത്? എന്താണ് ലെബനന്റെ ആന്തരിക രാഷ്ട്രീയത്തെ ഇത്രമേൽ സങ്കീർണമാക്കുന്നത്? ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഒരു ഹോട്ട് സ്പോട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്ന് നാം വിശേഷിപ്പിച്ചിരുന്ന ലെബനൻ ഇന്നൊരു വംശനാശത്തിന്റെ വക്കിലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം തെക്കൻ ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. ബെൻ ജബേൽ എന്ന തന്ത്രപ്രധാനമായ പട്ടണം ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. 100-ലധികം ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. നമ്മളിനി നോക്കുന്നത് ലെബനന്റെ ചരിത്രം മാത്രമല്ല, മതവും രാഷ്ട്രീയവും എങ്ങനെ ഈ ഒരു രാജ്യത്തെ ഒരു സങ്കീർണമായ ചതുരംഗ കളമാക്കി മാറ്റി എന്നതാണ്. പരിശോധിക്കാം. ലെബനന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇതൊരു സാധാരണ രാജ്യമല്ല. വെറും 10,452 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു കൊച്ചു രാജ്യത്ത് 18 ഔദ്യോഗിക മതവിഭാഗങ്ങളുണ്ട്. മുസ്ലിം, ക്രിസ്ത്യൻ, ഡ്രൂസ് വിഭാഗങ്ങൾക്കിടയിലുള്ള ഈ ഒരു വൈവിധ്യമാണ് ലെബനനെ മനോഹരമാക്കിയതും പിന്നീട് തകർത്തതും. 1943 ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലെബനൻ ഉണ്ടാക്കിയത് ഒരു നാഷണൽ പാക്റ്റ് ആണ്. ഇതനുസരിച്ച് ലെബനന്റെ പ്രസിഡന്റ് ഒരു മാറോനൈറ്റ് ക്രിസ്ത്യൻ ആയിരിക്കണം, പ്രധാനമന്ത്രി ഒരു സുന്നി മുസ്ലിം ആയിരിക്കണം, അതുപോലെ സ്പീക്കർ ഒരു ഷിയ മുസ്ലിം ആയിരിക്കണം. കേൾക്കുമ്പോൾ നല്ലൊരു ബാലൻസിംഗ് എന്ന് തോന്നാം. പക്ഷേ കാലക്രമേണ ജനസംഖ്യയിലുണ്ടായ മാറ്റങ്ങൾ ഈ സിസ്റ്റത്തെ തകിടം മറിച്ചു. ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിൽ നിന്ന് രാജ്യം മുസ്ലിം ഭൂരിപക്ഷത്തിലേക്ക് മാറിയതോടെ അധികാര വടംവലി രൂക്ഷമായി. ലെബനനിലെ ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിസ്ബുള്ളയെ മാറ്റി നിർത്താനാവില്ല. 1980കളിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടാനാണ് ഹിസ്ബുള്ള രൂപീകൃതമായത്. ഇന്ന് ലെബനൻ സൈന്യത്തെക്കാൾ കരുത്തുള്ള ഒരു സമാന്തര ശക്തിയായി അവർ വളർന്നു കഴിഞ്ഞു. ഇറാന്റെ പരോക്ഷ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ലെബനനിലെ ഷിയ വിഭാഗത്തിന്റെ അനിഷേധ്യ നേതാക്കളാണ്. ഇപ്പോൾ 2026 ഏപ്രിലിൽ നാം കാണുന്ന യുദ്ധത്തിന് പിന്നിലും ഈ ഒരു ഇറാൻ കണക്ഷൻ ഉണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുന്നത് ലെബനനാണ്. ഇസ്രായേൽ ഇതിനെ ഒരു സുവർണ അവസരമായി കണ്ട് ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്നു. ഓപ്പറേഷൻ എറ്റേണൽ ഡാർക്ക്നെസ് എന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യുദ്ധത്തെക്കാൾ ഭീകരമാണ് ലെബനനിലെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. വേൾഡ് ബാങ്ക് റിപ്പോർട്ടുകൾ പ്രകാരം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലൂടെയാണ് ലെബനൻ കടന്നു പോകുന്നത്. 2026 ഈ ഒരു യുദ്ധം ലെബനന്റെ GDPയിൽ 10% ഇടിവുണ്ടാക്കിയിരിക്കുന്നു. എണ്ണവില $110 മുകളിലേക്ക് കുതിക്കുന്നു. പണപ്പെരുപ്പം 35% എത്തി നിൽക്കുന്നു. സാധാരണക്കാരന് മരുന്നോ ഭക്ഷണമോ കിട്ടാത്ത അവസ്ഥ. ഇതിനിടയിലാണ് 10 ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തത്. ബെയ്റൂട്ടിലെ സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ ബോംബുകൾ വീഴുകയാണ്. ഇത് ലെബനനിലെ പഴയ ആഭ്യന്തര യുദ്ധത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ബെൻ ജബേൽ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാക്കാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹിസ്ബുള്ളയുടെ ആയുധപുരകളും ടണലുകളും തകർത്തു കഴിഞ്ഞു എന്നാണ് IDF അവകാശപ്പെടുന്നത്. എന്നാൽ ഹിസ്ബുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ഇനി വാഷിംഗ്ടണിൽ ലെബനൻ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതിന് മുൻപായി പരമാവധി പ്രദേശങ്ങൾ കൈക്കലാക്കാനായിരുന്നു ഇസ്രായേലിന്റെ നീക്കം. ശരിക്കും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ഈ ചർച്ചകളെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇനി ലെബനന്റെ മണ്ണ് വീണ്ടും രക്തം കൊണ്ട് നനയുകയാണ് എന്ന് പറയണം. ഒരു വശത്ത് ഇസ്രായേലിന്റെ സൈനിക ശക്തി, മറുവശത്ത് ഹിസ്ബുള്ളയുടെ പ്രതിരോധം. ഇതിനിടയിൽപ്പെട്ട് നരകിക്കുന്നത് മതവും രാഷ്ട്രീയവും ലവലേശം അറിയാത്ത സാധാരണക്കാരാണ്. ലെബനൻ എന്ന മനോഹരമായ രാജ്യം ഈ യുദ്ധത്തെ അതിജീവിക്കുമോ, അതോ പഴയ കാലത്തെ പോലെ ഒരു ശവപ്പറമ്പായിട്ട് മാറുമോ എന്നുള്ളതാണ് ചോദ്യം. നയതന്ത്രം പരാജയപ്പെടുമ്പോൾ യുദ്ധങ്ങൾ ആരംഭിക്കുന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് മനുഷ്യത്വമാണ്. ലോകരാഷ്ട്രങ്ങൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട ഒരു ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം ലെബനൻ വെറും ഒരു ചരിത്രമായി മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.